പത്രോസ് പറഞ്ഞു, ഇതാ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. മർക്കോസ് 10:28. പത്രോസ് പറഞ്ഞു, ഇതാ ഞാൻ എല്ലാം ഉപേക്ഷിച്ച്, ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ന് പറയാനൊന്നുമില്ല. എൻ്റെ എല്ലാം, അതെന്തുമായിക്കൊള്ളട്ടെ, എല്ലാം ഉപേക്ഷിച്ച് ഇനി ഞാൻ നിനക്ക് വേണ്ടി, ഐ ആം ദെയർ ഫോർ യു. സത്യത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ലേ? നമ്മൾ ആരെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ജീവിക്കുന്നുവെന്ന് നാം പറയുമ്പോഴും സ്വകാര്യമായി ഉള്ളിൻ്റെ ഉള്ളിലേക്കൊന്ന് ചകഞ്ഞു നോക്കുകയെ, നമ്മൾ നമുക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലേ ജീവിക്കുന്നത്? എന്നാൽ ഇവിടെ പറയുകയാണ്, പത്രോസ് പറയുകയാണ്, ഞാൻ എല്ലാം ഉപേക്ഷിച്ചു, ഇനി ഞാൻ നിന്നെ അനുഗമിക്കാനിട പോവുകയാണ്. ഇനി നീയാണ് എൻ്റെ ഓഹരി, ഇനി നീയാണ് എൻ്റെ എല്ലാം. എത്ര വലിയൊരു പ്രാർത്ഥനയാണിത്. എൻ്റെ ജീവിതം ഇനി നിനക്ക് വേണ്ടി ഫുള്ളി ഡെഡിക്കേറ്റഡ് ഫോർ യു സമർപ്പിച്ചു. ഇനി നിൻ്റേതാണ് എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം നിൻ്റേതാക്കി മാറ്റാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം അനുഗ്രഹമാക്കാം. ആമേൻ.